എല്ലാ പ്രേക്ഷകർക്കും V4 ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവുന്നതാണെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തൊരു ഫയലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. നീ ഇല്ലാതെ ഞാനില്ല, നിന്നെ അല്ലാതെ ആരെയും എനിക്ക് വേണ്ട. ആ വ്യക്തി നിങ്ങളോട് പറയാതെ പറയുകയാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി. നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് ആ വ്യക്തിക്ക് എന്നോട് എത്രമാത്രം ഇഷ്ടമായിരിക്കും, ആ വ്യക്തിയുടെ മനസ്സെന്താണ് എന്നെ സ്നേഹിക്കുന്ന കാര്യത്തിൽ. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനയാണ്. ആ വേദനകളിൽ നിന്നും ത്യാഗങ്ങളിൽ നിന്നൊക്കെ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈശ്വരൻ പോസിറ്റീവ് എനർജിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ തൻ്റെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാവുകയുള്ളൂ. തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. പഴയ ചിന്താഗതികളെല്ലാം മാറിയിരിക്കുന്നു. നിങ്ങളോട് അത്ര നല്ല ഇഷ്ടത്തിലല്ലായിരുന്നു മുൻപ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന്, ആ വ്യക്തി നിങ്ങളെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലെന്ന്. പക്ഷേ ആ വ്യക്തി മറ്റെന്തോ കാര്യങ്ങൾക്കൊക്കെ പുറകെയായിരുന്നു, മറ്റു ചില ആളുകളുടെ പുറകെയായിരുന്നു. മറ്റു ചില ആളുകളായിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായത്, കാര്യമായത്, പ്രധാനമായത്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തി ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടിരിക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു, വേദനിപ്പിക്കുന്ന കുറേ ഓർമ്മകളും. അതുവരെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നവരെയും അതുവരെ ആ വ്യക്തി വലുതെന്ന് കണക്കാക്കിയിരുന്നവരും ആ വ്യക്തിയോട് ചെയ്ത പ്രവൃത്തികളോർത്ത്, ആ വ്യക്തിയോട് ചെയ്ത കാര്യങ്ങളോർത്ത് ആ വ്യക്തിക്ക് ദുഃഖമുണ്ടായിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ അതൊരു ദുഃഖമായി മാറിയിരിക്കുന്നു. ഇനി എന്താണ് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് എനർജി നൽകിയ ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, ഒരു ആത്മീയ പുരോഗതി ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ ആത്മീയ പുരോഗതിയുടെ വെളിച്ചത്തിൽ ആ വ്യക്തി നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ആ വ്യക്തിക്ക് മനസ്സിലായി അവഗണിച്ച നിങ്ങളാണ് പ്രധാനം നൽകിയ മറ്റ് പലരേക്കാളും ശ്രേഷ്ഠമായത്. അവഗണിച്ച നിങ്ങൾ സ്നേഹിച്ചതാണ് ഏറ്റവും നല്ല സ്നേഹം. അതിനെ തിരസ്കരിച്ചത് വേദനയായിപ്പോയി. മാനസികമായൊരു എബിലിറ്റി, ആത്മീയമായൊരു അറിവ്, ഒരു കണ്ടെത്തൽ, ഒരു അഗാധമായ ആഴത്തിലുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്കുണ്ടായിരിക്കുന്നു. ആ തിരിച്ചറിവിലൂടെ നിങ്ങൾ നേടിയത് ആ വ്യക്തിയുടെ ആഴത്തിലുള്ള സ്നേഹമാണ്. ആ വ്യക്തിയുടെ ആഴത്തിലുള്ള സ്നേഹം നിങ്ങളിലേക്ക് വന്നപ്പോഴേക്കും ആ വ്യക്തി ആഴത്തിലുള്ളൊരു പരീക്ഷണത്തിന് പാത്രമായി. ആ പരീക്ഷണത്തിൻ്റെ ഇടയിലൂടെ ആ വ്യക്തി നേടിയത് നിങ്ങളോടുള്ള സ്നേഹമാണ്. പുല്ലുവിലയായിരുന്നു ഒരുപക്ഷെ നിങ്ങളെ ആ വ്യക്തി കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു ആ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കണക്കാക്കുന്നൊരവസ്ഥയിലേക്കെത്തി. നിങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാ സ്നേഹങ്ങളും കാപട്യമായിരുന്നു, കപടമായിരുന്നു എന്ന് ആ വ്യക്തി കണ്ടെത്തിയിരിക്കുന്നു. ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തിയ, ആ വ്യക്തിയെ ചതിച്ച, വഞ്ചിച്ച ആളുകളെക്കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമില്ല. ഇനി മറ്റൊരു പഠനം ആവശ്യമില്ല, മറ്റൊരറിവ്, മറ്റൊരു തിരിച്ചറിവ് വേണ്ട. നിങ്ങളിലേക്ക് മാത്രം. നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തി ഇല്ല എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു. അതിന് ആ വ്യക്തി എത്താൻ കാരണം മറ്റുള്ളവർ ചതിച്ചപ്പോൾ ആ വ്യക്തിയുടെ കണ്ണ് തുറന്നു, മനസ്സ് തുറന്നു, ആത്മാവ് അറിഞ്ഞു നിങ്ങളാണ് ശരി എന്നുള്ളത്. ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു ഇതാണ് ഏറ്റവും നല്ല സമയം. താൻ കാത്തിരുന്നത്, തൻ്റെ തിരിച്ചറിവ്, തൻ്റെ ശക്തി നൽകിയത് ഇപ്പോഴത്തേക്ക് വേണ്ടിയാണ്, നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇനി ഒരുമിച്ച് ഒരേ മനസ്സുമായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഒരേ മനസ്സുമായി മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യമാണ് ഈശ്വരൻ നൽകിയിരിക്കുന്നത്. ആ സൗഭാഗ്യത്തിലേക്ക് എത്തുക, ആ സ്നേഹത്തിലേക്ക് എത്തുക, ആ സമാധാനത്തിലേക്ക് എത്തുക. ഇനി അതിന് സമയമായി. ഇനി പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊന്നും മനസ്സിലില്ല.
പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുക. അതിനായി ഈശ്വരൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം തെറ്റിദ്ധാരണയോ ഇനി മനസ്സ് ചഞ്ചലപ്പെടുകയോ ഒന്നുമില്ല. മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു പ്രണയം, മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സ്നേഹം, പ്രണയം, ഇഷ്ടം, ആകർഷണം, വാത്സല്യം, കാരുണ്യം, സഹതാപം ഒക്കെ നിങ്ങൾക്ക് പരസ്പരം നൽകിയിരിക്കുന്നു. എല്ലാത്തിനുമുപരി നിങ്ങൾ പരസ്പരം വിശ്വസിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും എന്തുകൊണ്ട് പ്രണയിക്കപ്പെട്ടു, എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞു, എന്തുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് ഒന്നായി തീർന്നു, എന്തുകൊണ്ട് ഇത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, എന്തുകൊണ്ട് ഈ പ്രണയത്തിൽ ഇത്ര ഫലമുണ്ടായി, ഈ പ്രണയത്തിൽ ഇത്ര താല്പര്യമുണ്ടായി, എന്തുകൊണ്ട് ഞങ്ങൾ പ്രണയിക്കപ്പെട്ടു, ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയാൻ കഴിയുന്നില്ല രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്, തങ്ങൾ എങ്ങനെ പ്രണയിച്ചു പോയി, തങ്ങൾ എങ്ങനെ അടുത്തുപോയി. ആ വ്യക്തി കൂടുതലായിട്ട് ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ഇന്നയാളെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു, എനിക്കറിയില്ല. ആ വ്യക്തിക്ക് ഉത്തരമില്ല. ഉത്തരം കിട്ടാതെ ആ വ്യക്തി കടന്നു പോവുകയാണ്. ആ വ്യക്തിക്ക് അങ്ങനെ കടന്നു പോകാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം ഉത്തരങ്ങൾക്ക് അതീതമായാണ് നിങ്ങളുടെ പ്രണയം. നിങ്ങൾ മറ്റ് എല്ലാ കാലഘട്ടത്തിലുപരിയായി ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് അർത്ഥമറിഞ്ഞ് സ്നേഹിക്കുന്നു. ആ വ്യക്തി പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവന് തുല്യമല്ല, ജീവൻ്റെ അപ്പുറത്തേക്കും സ്നേഹിക്കുന്ന അവസ്ഥയിലാണ്. മുൻപ് വേണ്ടെന്ന് വെച്ചതിലുപരിയായി വീണ്ടും മുൻപ് തിരസ്കരിച്ചതിൻ്റെ ഇരട്ടി വേഗതയിൽ, മുൻപ് വെറുത്തതിൻ്റെ, മുൻപ് അവഗണിച്ചതിൻ്റെ ഇരട്ടി സ്നേഹത്തിൽ, അതിൻ്റെ പ്രായശ്ചിത്തം എന്നോണം നിങ്ങളെ സ്നേഹിക്കുകയാണ് ആ വ്യക്തി. ചെറുതായിട്ടല്ല, ഒരുപാട് ആഴത്തിൽ. തിരസ്കരിച്ചതിൻ്റെ വേദന ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. തിരസ്കരിച്ചതിൻ്റെ ആ വേദനയോടുകൂടിയാണ് പിന്നീട് സ്നേഹിക്കുന്നത്. ആ സ്നേഹം പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല. ഒരിക്കൽ തിരസ്കരിച്ച ആൾ കുറ്റബോധത്തോടെ തിരിച്ച് സ്നേഹിക്കുന്ന സ്നേഹം, അത് സ്നേഹത്തിൻ്റെ ഒരു ലക്ഷമിരട്ടി ശക്തിയോടെ ഉള്ള ഒരു വികാരമാണ്. ആ തിരസ്കരിച്ചതിൻ്റെ കുറ്റബോധത്തോടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുസ്തകത്താളിലൂടെ മറിച്ച് മറ്റൊരു താൾ വരുന്നത് പോലെ എപ്പോഴും നിങ്ങളുടെ മുഖം തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഒന്നിനു പുറകെ മറ്റൊന്നായി നിങ്ങളെ കേൾക്കാനും ഒന്നിനു പുറകെ മറ്റൊന്നായി നിങ്ങളോട് ഇഷ്ടം കൂടാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. പുതിയ ഒരു തുടക്കം നിങ്ങളിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നിങ്ങളെ തിരസ്കരിച്ചത് മാറ്റി നിർത്തിക്കൊണ്ട്, ഇതുവരെ നിങ്ങളെ അവഗണിച്ചത് മാറ്റി നിർത്തിക്കൊണ്ട്, തിരിച്ചറിവിൻ്റേതായ ഒരു മനസ്സുമായി, പ്രായശ്ചിത്തത്തിൻ്റേതായൊരു മനസ്സുമായി ഇപ്പോഴാണ് താൻ യഥാർത്ഥ സ്നേഹത്തെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ പരസ്പരമുള്ള സംസാരത്തിൽ ഒരു തെറ്റിദ്ധാരണയുമില്ല. ആ വ്യക്തി എന്ത് പറയുന്നുവോ അത് നിങ്ങൾ കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്ത് പറയുന്നുവോ അത് ആ വ്യക്തിയും മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പരസ്പരമുള്ള സംസാരവും പരസ്പരമുള്ള സ്നേഹപ്രകടനങ്ങളും മനസ്സിൽ നിന്ന് മനസ്സിലേക്കുള്ള സംഭാഷണമായി മാറുകയാണ്. ആ വ്യക്തി പറയുന്നതെല്ലാം നിങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾ പറയുന്നതെല്ലാം ആ വ്യക്തി സ്വീകരിക്കുകയും അണുവിട പോലും വ്യത്യാസമില്ലാതെ പരസ്പരം മനസ്സിലാക്കി പ്രണയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.